എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക വാവാണല്ലോ. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണല്ലേ. അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയി ബലിയൊക്കെ ഇട്ട് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മരിച്ചുപോയ എല്ലാ പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കട്ടെ. നമ്മൾ വളരെയേറെ വൃത്തിഹീനമായി കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക അല്ലേ. അതായത് എല്ലായിടത്തും പോയി വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം പോയി ഭക്ഷിക്കുകയും, പിന്നെ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കുന്ന ജീവിയാണ് കാക്കയെന്ന് കുഞ്ഞിലെ ക്ലാസ്സിലൊക്കെ പഠിച്ചെങ്കിലും വളരെയധികം ആൾക്കാർക്കും കാക്കയെ തീരെ ഇഷ്ടമില്ലാതെ അല്ലെ ഒരു വൃത്തികെട്ട പക്ഷിയായിട്ട് കാണുന്നതായിട്ടാണ് നമ്മൾ കണ്ടുപോരുന്നത്. കാക്ക എവിടെ വന്നാലും അതിനെ ഓടിച്ചു കളയുക. പക്ഷെ ഈ ബലിയിടുന്ന ദിവസം മാത്രം കാക്കേനെ നമുക്ക് ആവശ്യമുണ്ടല്ലേ. നമ്മൾ കൈയടിച്ച് കാക്കയെ വിളിച്ച് നമ്മളിടുന്ന ബലിച്ചോറ് ആ കാക്ക കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പൂർവികർക്ക് മോക്ഷം ലഭിച്ചു, അല്ലെങ്കിൽ അവർ ആ ബലിച്ചോറ് സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ അവർക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ കാക്കയെക്കുറിച്ച് ഒരു കഥയുണ്ട്. കാക്ക എങ്ങനെയാണ് നമ്മുടെ ഈ ഹൈന്ദവ ആചാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബലിയിടുന്ന ദിവസം കർക്കിടക വാവ് ബലിയിൽ ഈ ബലിച്ചോറ് കഴിക്കാൻ വേണ്ടി അർഹനായത്, അല്ലെങ്കിൽ കാക്കയ്ക്ക് എന്താണ് പ്രത്യേകത എന്നൊരു കഥയുണ്ട്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. അപ്പോൾ അത് പറയാമെന്നോർത്തു. ഈ ബ്രഹ്മാവിൽ നിന്നും മഹിരാവണൻ, ഒരു രാക്ഷസനാണ് മഹിരാവണൻ. മഹിരാവണൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിച്ചു, ഞാൻ വളരെയധികം ശക്തിമാനായി തീരണം എന്ന്. ബ്രഹ്മാവ് അങ്ങനെ മഹിരാവണന് വരം കൊടുത്തു. വരം ലഭിച്ച ശേഷം അറിയാമല്ലോ, എല്ലാവരെയും പോലെ നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നല്ല അഹങ്കാരം ഉണ്ടാവുമല്ലേ. അതുപോലെ തന്നെ ഈ മഹിരാവണനും അഹങ്കാരം ഉണ്ടായി. അപ്പം മഹിരാവണൻ ഓർത്തു യമരാജനെ അങ്ങ് കൊല്ലാം എന്ന്. അങ്ങനെ മഹിരാവണൻ യമരാജനെ കൊല്ലാനായിട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ യമരാജന് മഹിരാവണനിൽ നിന്നും രക്ഷ നേടാൻ പറ്റുന്നില്ല. അവസാനം യമരാജൻ ഒരു വഴി കണ്ടുപിടിച്ചു, ഒരു കാക്കയായി രൂപം മാറുക. അങ്ങനെ ഒരു കാക്കയായി രൂപം മാറി മഹിരാവണനിൽ നിന്നും യമരാജൻ രക്ഷപ്പെടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടതിൻ്റെ സ്മരണയ്ക്കായിട്ട് യമരാജൻ കാക്കേനെ സ്വീകരിച്ചു. അതിനുശേഷം കാക്കയ്ക്ക് ഈ പിതൃക്കളുടെ ബലിച്ചോറ് കഴിക്കാനായുള്ള അവസരം കൊടുക്കുകയാണ്. അങ്ങനെയാണ് കാക്ക ഈ ബലിച്ചോറ് കഴിക്കാനായിട്ട് അർഹനായി തീർന്നത്. കാക്ക ബലിച്ചോറ് കഴിച്ചതിലൂടെ മാത്രമാണ് നമ്മൾക്ക് പിതൃക്കൾ ആ ബലിച്ചോറ് സ്വീകരിച്ചു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതാണ് കഥ. കാക്കയെ നന്ദിപൂർവ്വം യമരാജൻ സ്മരിച്ചു.